ഹലോ നമസ്കാരം, ട്രാവൽ ഫുഡി ടോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഹൈദരാബാദിൻ്റെ ഒരു സീരീസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ദിവസത്തെ ട്രിപ്പാണ് ഹൈദരാബാദ്. നമുക്ക് ഹൈദരാബാദ് ചെന്നിട്ട് ഒരു ബെസ്റ്റ് ബിരിയാണി സ്പോട്ട്, കുറച്ച് ഈവനിങ് സ്നാക്സ് കഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ട്, പിന്നെ കുറച്ച് സ്വീറ്റ്സ് കഴിക്കാൻ പറ്റുന്ന സ്പോട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ 3-4 സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നുള്ളൂ, കാരണം ഒറ്റയ്ക്കാണ്, സോളോ ട്രിപ്പാണ്. ഇവിടുന്ന് എനിക്ക് വൈകുന്നേരം റായ്പൂരിലേക്ക് പോകണം. അതുകൊണ്ട് ഒരു ദിവസം കുറച്ച് നേരത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ വന്നൊരു വീഡിയോ ആണത്, അല്ലാതെ കുറേ നീളത്തിലുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ബെസ്റ്റ് ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ്. ആ ഹോട്ടലിൻ്റെ പേര്, റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷദാബ് എന്നാണ്. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ദ വേ ആണ്. കുറച്ച് ആദ്യം എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദ് സീരീസിലെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഷദാബ് റെസ്റ്റോറൻ്റ് ആണ്. 1993 തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് അവരുടെ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. बिरयानी रेडी है क्या? हैदराबादी रेडी है? कहाँ ऊपर सीटिंग कहाँ है? ऊपर ഹൈദരാബാദിലെ ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ റിവ്യൂ കിട്ടിയ റെസ്റ്റോറൻറ്റ് പറഞ്ഞത് ഫസ്റ്റ് വൺ പാരഡൈസ് ആണ്, പിന്നെ വന്നതാണ് ഷദാബ്. അപ്പോൾ ഷദാബിൻ്റെ ഡൈനിങ് എന്ന് പറഞ്ഞാൽ താഴെ അത്യാവശ്യം ലോക്കൽ ആൾക്കാർക്ക് വന്ന് കഴിക്കാനും കുറച്ച് ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവരുടെ മേലത്തെ ഡൈനിങ് ഇതുപോലെ യൂസ് ചെയ്യാം. അതിനാണ് വേണ്ടോ ചിക്കൻ ഹൈദരാബാദി ദം 315 രൂപയാണ് അവിടുത്തെ ബിരിയാണിക്ക്. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്യണം. വേറെ ഒന്നും ഓർഡർ ചെയ്യുന്നില്ല, കാരണം ബിരിയാണി മാത്രമേ കഴിക്കണം വന്ന്. അതിപ്പോൾ ചിക്കനിലുണ്ട്, മട്ടനുണ്ട്. മട്ടനാണെങ്കിൽ 345, ബിരിയാണി ചിക്കനാണെങ്കിൽ 315, അങ്ങനെയാണ്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്യാം. ഓക്കെ. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെയിറ്റേഴ്സ് പറഞ്ഞു നമ്മുടെ ഹോട്ടലിൻ്റെ അകത്തുള്ള വീഡിയോ എടുക്കരുത്, കാരണം കോവിഡ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമായത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അകത്തെ വീഡിയോസൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ബിരിയാണിയുടെ വീഡിയോസും അങ്ങനത്തെ അവർ സെർവ് ചെയ്യുന്ന സംഭവം കാണിക്കുന്നുണ്ട്, കാരണം അകത്തെ വീഡിയോസ് ഒന്നും അത്രയും ചെയ്യുന്നില്ല, കാരണം ഇങ്ങനെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഷൂട്ട് ചെയ്തില്ല. നമ്മുടെ അകത്തുള്ള വീഡിയോസൊന്നും ഇനി വരില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒക്കെ ആയിരിക്കും വരാൻ പോകണം കേട്ടോ. അപ്പോൾ അതാണ് പ്രശ്നം. അവർക്ക് വെയിറ്റേഴ്സിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അവരൊക്കെ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മട്ടൻ ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി വരട്ടെ, അവർ വരുമ്പോൾ റെഡിയാക്കാം. ഓക്കെ. നമ്മുടെ ബിരിയാണി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ ആദ്യം ഒരു എന്തോ ഗ്രേവി പോലെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു റായത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അവരുടെ ബിരിയാണി. അപ്പം ഇനി അവരോട് സെർവ് ചെയ്യാൻ പറയാം. താങ്ക് യു ബൈ, താങ്ക് യു. പിന്നെ ഒരു നമ്മുടെ സലാഡും വെച്ചിട്ടുണ്ട്, കുറച്ച് ഒണിയനും ലെമനും നാരങ്ങയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഷദാബിലെ ഹൈദരാബാദ് ബിരിയാണി ഇത്രയും ഫേമസ് ആവുന്നത് അവരുപയോഗിക്കുന്ന റൈസിൻ്റെ ക്വാളിറ്റിയും മീറ്റിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ കഴിച്ചതിൽ വെച്ച ഏറ്റവും നല്ലൊരു ഹൈദരാബാദ് ബിരിയാണി ആയിരുന്നു അത്. അപ്പോൾ ഈ റൈസ് കണ്ട അത്യാവശ്യം നല്ല ബസുമതി റൈസിനാണ് അവിടെ ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ആ റൈസ് ഇങ്ങനെ വിട്ടും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഗ്രേവിയും പിന്നെ റായത്തയും പിന്നെ ഇത് കാണുന്നത് നിങ്ങളുടെ എൻ്റെ ബിരിയാണി ബാക്കിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ശരിക്കും ഉണ്ട്. അപ്പം മീറ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും, നല്ല സോഫ്റ്റ് മട്ടനായിരുന്നു അത്. കണ്ടത് തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല വെന്ത്. മട്ടൻ്റെ പീസ് കുറേ ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 6-7 പീസ് മട്ടൻ ഉണ്ടായിരുന്നു എനിക്ക് ടോട്ടൽ ബിരിയാണി തന്നെ. പിന്നെ ഞാൻ എടുക്കുന്ന ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് മട്ടൻ്റെ പീസും കുറച്ച് റൈസും കൂടി കൂട്ടി കഴിച്ചു. പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യത്തെ ബൈറ്റ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി സത്യം പറയുകയാണെങ്കിൽ. അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണി പോലെ അല്ല, കുറച്ചുകൂടി നീളമുള്ള രീതിയാണ്. ക്വാണ്ടിറ്റി ഭയങ്കരമാണ്, കാരണം റൈസ് കുറേ ഉണ്ട്. പീസസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്ലേവേർഡ് ആയിട്ടുള്ള മട്ടൺ പീസസ് ആണ് കൂടുതലും. ഉണ്ടോ, മൊത്തം ഫ്ലേവേർഡ് ആയിട്ടുള്ള മട്ടൺ പീസസ് ആണ്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് റിവ്യൂ പറയാം. കുറച്ച് റൈത്തേക്ക് സൈഡിലുണ്ട്, റൈത്തേക്ക് കൂട്ടി കഴിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ബിരിയാണീൻ്റെ കൂടെ ഒരു മട്ടൻ്റെ ഗ്രേവിയും പിന്നെ റായത്തയും ആണ് നമുക്ക് തന്നത്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടിയാണ് നമുക്ക് തന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൈസും മീറ്റൊക്കെ കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് സ്പൈസിനെസ്സിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഞാൻ ആ ഗ്രേവിയും കൂടിയും പിന്നെ റായത്തയും കൂടി ഒഴുക്കി ഞാൻ കഴിച്ചു. സംഭവം ഗ്രേവി ആയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു, കാരണം നോർമലായിട്ട് കഴിക്കുന്ന പോലെയല്ല. ഗ്രേവി കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്പൈസിനെസ്സും അങ്ങനെ കുറച്ച് വേറൊരു ഫ്ലേവറായിട്ട് പോയി ബിരിയാണി. പിന്നെ റായത്ത് വേണമെങ്കിൽ എരിവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് റായത്തയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ അത്ര എരിവായി തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ റായത്തയും എല്ലാം കൂട്ടി ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഞാൻ ആ ബിരിയാണി കഴിച്ച് തീർത്തു. ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ച് വെച്ച ഏറ്റവും നല്ലൊരു ഹൈദരാബാദ് ബിരിയാണി ആയിരുന്നു അത്. അപ്പോൾ നിങ്ങളൊരു ഉച്ച നേരത്തൊക്കെ ചാർമിനാറൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ചാർമിനാറിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷദാബ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ബിരിയാണി കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. അപ്പോൾ ടോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ ഞാനിപ്പോൾ അവസാനം പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഗൈസ് അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചിറങ്ങി. അത്യാവശ്യം നല്ല ബിരിയാണി കേട്ടോ, നല്ല ഡീസൻറ്റ് ബിരിയാണി. അത്യാവശ്യം ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്. മട്ടൺസിൻ്റെ പീസസ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മട്ടൺ പീസസും ഉണ്ട്. നല്ല ബിരിയാണിയാണ്. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും 2 പേരൊക്കെയാണ്. ഞാൻ ഒറ്റയ്ക്ക് പ്രശ്നം വെച്ചാൽ ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റണ്ടേ, കുറേ ഉണ്ടത്. അപ്പോൾ 3:45 എൻ്റെ പയർ നിറഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ്സ് കഴിക്കും. കുറച്ച് സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതിന് പറ്റി ഇവരുടെ ഹൈദരാബാദിയുടെ ഫിർമി, പിന്നെ കുറച്ച് അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഹൈദരാബാദ് ബിരിയാണി മാത്രമേ കേട്ടു. അതിന് കുറേ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതുകൂടി കഴിക്കണം. അപ്പോൾ അതിന് പറ്റിയ റെസ്റ്റോറൻറ്റ് തപ്പുവാണ്, സ്പോട്ട് എന്തെങ്കിലും. അപ്പോൾ അത് തപ്പിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകാം.